10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ പ്രധാനപ്പെട്ടതാണ് തോറ്റമ്പാട്ട് വഴിപാടും. കണ്ണകി ചരിതം പാടിക്കൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്താൻ 41 ദിവസമാണ് തോറ്റമ്പാട്ടുകാർ വ്രതം നോക്കുന്നത്. ആറ്റുകാൽ ദേവീസന്നിധിയിൽ നിന്നും ടിൻഡുദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറ്റുകാലമ്മയുടെ ചരിത്രവും ആറ്റുകാലമ്മയുടെ ഐതിഹ്യവും പറയുമ്പോൾ തോറ്റമ്പാട്ടിനെ കുറിച്ച് പറയാതെ പോകാൻ വയ്യ. കണ്ണകി ചരിത്രത്തെക്കുറിച്ച് പാടി പ്രീതിപ്പെടുത്തി ദേവിയെ 10 ദിവസം ഉപാസിക്കുന്ന തോറ്റമ്പാട്ടുകാരെ കുറിച്ചുള്ള കാഴ്ചകളാണ് ഇന്ന് നാം കാണുന്നത്. ഒന്നാം ദിവസം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി 10 ദിവസം വരെ കണ്ണകി ചരിതം തോറ്റമ്പാട്ടിലൂടെ പാടി പ്രീതിപ്പെടുത്തും. ഗണപതി പടുക്കയോടുകൂടി 3 പേര് ചേർന്ന് 3 പേർക്ക് 3 ജോഡി താളത്തോടുകൂടി തോറ്റമ്പാട്ട്. ഒന്നാം ഉത്സവം നമ്മൾ ദേവിയെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പാടി ആവാഹിച്ച് ശ്രീകോണത്ത് ഉടവാളിൽ കാപ്പുകെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. ദേവിയുടെ തൃക്കല്യാണം, അത് മാലപ്പുറം പാട്ടെന്ന് പറയും. അത് വെളുപ്പിലെ 3:30 മണിക്കാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ദേവിയുടെ ഭർത്താവിന് 6-ന്റെ അന്ന് രാത്രി 1, 7-ന്റെ അന്ന് രാവിലെ 7 മണിക്ക് ദേവിയുടെ ഭർത്താവിനെ തോറ്റി 7:30 മണിക്ക് ക്ഷേത്രങ്ങൾ തുറക്കുകയുള്ളൂ. 9-ന്റെ അന്ന് ദേവിയുടെ ഭർത്താവിനെ കൊന്നതിൻ്റെ പ്രതികാരമായി ദേവി പാണ്ഡ്യനാട്ടിൽ പോയി പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടാരടുപ്പിൽ തീ കത്തിക്കും. 10-ന്റെ അന്ന് ദേവിയെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടിയിളക്കി കൊടുങ്ങല്ലൂർ സങ്കല്പിച്ച നാട്. ഓരോ ദിവസവും വ്യത്യസ്ത സമയങ്ങളിലാണ് പാട്ടുപാടി അവസാനിപ്പിക്കുന്നത്. ഇവിടെ പാടുന്ന രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് ചില 12 മണി വരെ കാണും, ചിലപ്പോൾ 1 മണി വരെ കാണും. രാത്രി 1 മണിക്ക് ശേഷമേ പാടുള്ളൂ. 1 മണിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2 മണിക്ക് കഥ തീരും, ചില 3 മണിയാവും, ചില വെളുക്കാവും. 41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് 10 ദിവസം അമ്മയെ പാടി പ്രീതിപ്പെടുത്തുക എന്നതാണ് തോറ്റമ്പാട്ടുകാരുടെ നിയോഗം. ആറ്റുകാൽ ദേവി സന്നിധിയിൽ നിന്നും ക്യാമറമാൻ ഇതിനോടൊപ്പം ടിൻഡുദാസ്, തിരുവനന്തപുരം.